ഒരു സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ ഉണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ അത് ചിലപ്പോൾ വിഷമായിരിക്കും, അത് ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ പഠിപ്പിക്കാതെ പ്രോത്സാഹനമായിട്ടുള്ളൊരു സാമ്പത്തികം കൊടുക്കും. സന്താനങ്ങളില്ലാതെ ഒരു അവസ്ഥയുണ്ടാവും, വിവാഹം കഴിഞ്ഞു കുറേ വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ അതിൽ ഈ നാഗത്തിൻ്റെ കോപം കൊണ്ട് സന്താനങ്ങളില്ലാത്ത ഒരവസ്ഥ വന്നത്. അതായത് സ്ത്രീകളുടെ കോപം അടക്കാൻ രണ്ട് വഴികൾ മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ ചെറിയ പിഞ്ചു കുട്ടികളെ മുഖം കണ്ടാൽ. അപ്പോൾ ഏകദേശം എൻ്റെ അടുക്ക് ഒരു 15ഓളം താളിയോല ഗ്രന്ഥങ്ങളുണ്ട്. അപ്പം ആ ഗ്രന്ഥം നോക്കിയപ്പോൾ അവർ പറഞ്ഞത് ഇതിന് 850 വർഷത്തെ പഴക്കമുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ കളമെഴുത്താകുമ്പോൾ ക്ഷേത്രത്തിൽ ഉള്ളിലാകുമ്പോൾ അവിടെ പാട്ട്, തോറ്റങ്ങൾ, കാര്യങ്ങൾ ഇതെല്ലാം പാടല്ലോ. ഇപ്പോൾ കളമെഴുതാൻ മാത്രം പഠിച്ച ഒരു കുട്ടി ഒരു ക്ഷേത്രത്തിൽ വന്നുകൊണ്ട് കാര്യമില്ലല്ലോ. കാരണം അവിടെ പാട്ടിനാണല്ലോ പ്രാധാന്യം. ഒരു 15 വർഷം മുന്നേ ഈ പ്രവൃത്തി കൊണ്ട് എങ്ങനെ ജീവിക്കാനാവും എന്നുള്ളൊരു പ്രതിസന്ധി എൻ്റെ മുമ്പിലുണ്ടായിരുന്നു. ഇതിനെ കൊണ്ടൊരു കുടുംബം, കാരണം ഇന്നത്തെ കാലത്ത് ഏതിനും ഈ വരക്കേണ്ട പൊടികൾ ഇപ്പം പഠിപ്പിക്കാൻ പോയി അണക്കി പൊടികൾ കൊണ്ടുപോകാനാവില്ലല്ലോ. പഠിക്കാൻ വരുന്ന കുട്ടിക്കും അത് 700 രൂപേൻ്റെ പൊടി കൊണ്ടുവന്നിട്ട് ഒരു വിദ്യ പഠിക്കുക എന്നുള്ളത്, നമ്മളിപ്പോൾ എത്ര പൈസയും ലക്ഷങ്ങൾ ചിലവഴിച്ചാൽ ഏത് വിദ്യയും പഠിക്കും. ആ പഠിച്ചാൽ നമുക്ക് പിന്നെ ഒരു പ്രതീക്ഷ വേണം, അങ്ങനെ ഇത് പഠിച്ചതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യും. അപ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അതും ഈ കലയിൽ ഒരു അനക്ക് തോന്നുന്നു വേറെ ഒരു കലക്കും ഇല്ലാതെ ഒരു കാരണം 2 ജില്ലകളിൽ ആകെ 2 ഒരു പ്രവൃത്തി ചെയ്യുന്ന 2 മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതും ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ അമ്പലങ്ങളിലും കാവുകളിലും ഒക്കെ കാണുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ശരിക്കും ഒരു വിശ്വാസം മാത്രമല്ല, അതിലെല്ലാത്തിലും ഒരു കലയും കൂടിയുണ്ട്. അതിപ്പോ ചെണ്ടമുട്ടലായാലും അങ്ങനെ എല്ലാത്തിലും. അപ്പൊ ഇന്ന് ആ ഒരു കലയെ കുറിച്ച്, അല്ലെങ്കിൽ കളമെഴുത്തും പാട്ടും എന്ന ആ ഒരു കലയെ കുറിച്ചിട്ട് നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഉള്ളത് കരിയിൽ സതീശൻ നമ്പ്യാറാണ്. അദ്ദേഹം കണ്ണൂർ മട്ടന്നൂർ മരുതായി സ്വദേശിയാണ്. നമസ്കാരം. അപ്പൊ ഈ കളമെഴുത്തും പാട്ടിനെ കുറിച്ചുള്ള ഐതിഹ്യങ്ങളും അതെങ്ങനെയാണ് ഓരോ അമ്പലത്തിലും നടക്കുന്നത്? ഓരോ അമ്പലത്തിലും വ്യത്യസ്ത തരത്തിലായിരിക്കും, വ്യത്യസ്തമായ സമ്പ്രദായത്തിലാണ് കളമെഴുത്ത് നടക്കുന്നത്. അത് കേരളത്തിലെ പ്രത്യേകിച്ചും ക്ഷേത്രങ്ങൾ, കാവുകൾ, അതുപോലെ ഇല്ലങ്ങൾ, മനങ്ങൾ, കോവിലകങ്ങൾ, ഇവിടെയൊക്കെ ഉള്ള ഒരു ആരാധനാ സമ്പ്രദായമാണ് ഈ കളമെഴുത്ത് പാട്ട്. ഒരുപക്ഷെ വിഗ്രഹാരാധന ഉണ്ടാവുന്നത് ഒരു 4000 വർഷം പഴക്കമുണ്ടെങ്കിൽ ഈ വിഗ്രഹാരാധനക്ക് മുന്നേ ഉള്ള ഒരു ആരാധന സമ്പ്രദായമാണ് കളമെഴുത്ത്. ഒരു പ്രത്യേക സ്ഥലത്ത് പത്മമിട്ട് ഏത് ദേവീ ദേവനെയാണോ നമ്മൾ പൂജ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ദേവീ ദേവൻ്റെ രൂപം വരച്ച് അതിൽ പൂജ ചെയ്യുന്ന ഒരു കർമ്മമാണ്, ഒരു അനുഷ്ഠാനപരമായ ഒരു കർമ്മമാണ് കളമെഴുത്ത്. അത് ഒരു കലാപരമായി തന്നെ അതിനെ വേണമെങ്കിൽ കാണാവുന്നതാണ്. കലയ്ക്ക് പുറമെ ഇതൊരു അനുഷ്ഠാനവും അനുഷ്ഠാനവും എല്ലാം കൂടിക്കലർന്ന ഒരു സമ്പ്രദായമാണ്. അപ്പോൾ ഞാനിപ്പം കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട് 4 ജില്ലകളിലായി. ഇനി കേരളത്തിന് പുറത്ത് ബാംഗ്ലൂർ അങ്ങനെ ഉള്ള സ്ഥലങ്ങളിലായി 160ഓളം ക്ഷേത്രങ്ങളിൽ കളമെഴുത്ത് പാട്ട് നടത്തുന്നുണ്ട്. മറ്റ് കലകളിൽ നിന്നും കളമെഴുത്തിനുള്ള ഒരു പ്രത്യേകത, ഈ കളമെഴുത്ത് പഠിക്കാനോ അല്ലെങ്കിൽ പഠിപ്പിക്കാനോ ഒരു പ്രത്യേകമായ ഒരു പഠന കേന്ദ്രം ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രധാന വിഷയം. കാരണം ഇത് ഒരു പരമ്പരയായി മാത്രമേ ഈ കളമെഴുത്ത് ഇന്ന് വരെ കണ്ടുവരുന്നുള്ളൂ. അപ്പോൾ ഞാനൊരു കളമെഴുത്ത് കലാകാരനാണെങ്കിൽ എൻ്റെ പരമ്പരയിൽ ആരെങ്കിലും ഈ കളമെഴുത്ത് നടന്നിട്ടുണ്ടാവും. അപ്പോൾ അവരെ കൂട്ടത്തിൽ, അവരെ ചെറിയ പ്രായം മുതൽ തന്നെ ഞാൻ അവരെ കൂട്ടത്തിൽ ഇങ്ങനെ പോയി പല ക്ഷേത്രങ്ങളിലും ഈ കളമെഴുത്ത് നടത്തി മാത്രമേ നമുക്കിത് ഒരു വശത്ത് ആക്കാൻ പറ്റുകയുള്ളൂ. അതിന് വേറെ വഴികളൊന്നുമില്ല. കാരണം നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ട് തന്നെ ഇത് പഠിക്കേണ്ട ഒരു സമ്പ്രദായമാണ് കളമെഴുത്ത്. അതിൻ്റെ പ്രധാന കാരണം, ഒരു കളമെഴുത്തിന് നമ്മളിപ്പോൾ ഒരു ദേവൻ്റെ ഒരു രൂപം വരക്കാൻ ഏകദേശം ഇന്നത്തെ ലെവലിൽ ഒരു 600-700 രൂപയോളം ഇതിൻ്റെ പൊടികൾ വരും. ഈ വരക്കാൻ 5 തരം പൊടികളാണ് ഈ കളമെഴുത്തിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പൊടികൾ ഒരു 600-700 രൂപ പൊടി വരുന്ന ഈ പൊടികൾ ഉപയോഗിച്ചിട്ട് ഞങ്ങൾ എത്ര തവണയായി നമ്മൾ വീട്ടിൽ നിന്ന് വരച്ച് ശരിക്കും അതിന് പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇനി ഓരോ ക്ഷേത്രങ്ങളിലും ഈ കളമെഴുത്തിൻ്റെ സമ്പ്രദായം വ്യത്യാസമാണ്. ഇപ്പോൾ ഒരു ക്ഷേത്രത്തിലുള്ള കളമെഴുത്തും അതിൻ്റെ പാട്ടും കാര്യങ്ങളും അല്ല അടുത്ത ക്ഷേത്രത്തിൽ. അപ്പോൾ അത് അങ്ങനെ വിശദമായി പഠിക്കണമെങ്കിൽ നമ്മളൊരു പരമ്പരേൻ്റെ കൂടെ ചെറുപ്പം മുതലേ പോയി മാത്രമേ പഠിക്കാനാവൂ. ഇപ്പോൾ ഞാൻ പഠിച്ചത് എൻ്റെ അമ്മയുടെ അച്ഛൻ, മുത്തശ്ശൻ നാടോറ നാരായണൻ നമ്പ്യാരുടെ കീഴിൽ നിന്നാണ് ഈ കളമെഴുത്ത് പഠിച്ചത്. ഞാനിപ്പോൾ എൻ്റെ മകനും ഇത് പകർന്നു കൊടുത്തിട്ടുണ്ട്. മകനും നന്നായിട്ട് ചെയ്യും. ശ്രീനാഥ് എന്ന പേര്, ഡിഗ്രി കഴിഞ്ഞു. അവനിപ്പോൾ നന്നായിട്ട് കളമെഴുത്ത് പാട്ട് ചെയ്യും. അതുപോലെ ഈ കളമെഴുത്തിൻ്റെ വേറൊരു പ്രധാന ഭാഗമാണ് നമ്മൾ ഈ 12,000 തേങ്ങേറും പാട്ടുമൊക്കെ ചില ക്ഷേത്രങ്ങളിൽ നമ്പൂതിരിമാർ ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ളൊരു അവകാശം കാറോറ നായർ എന്ന ഒരു നായർ വിഭാഗത്തിൽ ആണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ വടക്കേ മലബാറിൽ ഞങ്ങളാണ് അത് കൂടുതലായിട്ടും ചെയ്തു വരുന്നത്. ചില ക്ഷേത്രങ്ങൾ നമ്പൂതിരിമാറും ചെയ്യുന്നുണ്ട്.
അപ്പോൾ 12,000 തേങ്ങയേറും പാട്ടും അതൊക്കെ ഒരു വലിയൊരു ഉപാസനാമൂർത്തിയുടെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ്, ഗുരുനാഥൻ്റെയും ഉപാസനാമൂർത്തിയും അതുപോലെ പിന്നെ ആ ക്ഷേത്ര പുരാണന്മാർ ഈ നാട്ടുകാരെല്ലാം ഒരു അനുഗ്രഹം കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ. ഒരു ദേശത്തിൻ്റെ ജനങ്ങളിലുള്ള ഈ ശനിദോഷം അകറ്റുക എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ഈ തേങ്ങ ഏറ്. ഈ തേങ്ങ അത് വേട്ടക്കുരുവൻ, അന്തിമഹാകാളൻ, അയ്യപ്പൻ അങ്ങനെയുള്ള മൂർത്തികൾക്കാണ് ഈ തേങ്ങയേറിന് പ്രാധാന്യം. അതേസമയത്ത് ഭഗവതിക്ക് തേങ്ങയേറിന് അത്ര പ്രാധാന്യമില്ല. തേങ്ങയേറ് ഇല്ല എന്നുള്ളതല്ല, അതിൻ്റെ പ്രാധാന്യം അത്രയില്ല. അപ്പോൾ ഈ ശനീശ്വര പ്രീതിക്ക് വേണ്ടിയിട്ടാണ്, അതായത് ശനി ഈശ്വരൻ പ്രീതിപ്പെട്ടാൽ മാത്രമേ ആ ദേശത്തുള്ള ജനങ്ങളുടെ ശനി അകറ്റുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ തേങ്ങയേറ് നടത്തുന്നത്. പിന്നെ കളമെഴുത്തിന് 5 തരം വർണ്ണങ്ങളാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അത് വാഗമരത്തിൻ്റെ ഇല പൊടിച്ച പച്ചപ്പൊടി, അത് വാഗമരം എന്നുള്ള ഒരു പ്രകൃതിദത്തമായ ഒരു ഔഷധമാണ്. അത് വാഗമരത്തിൻ്റെ അത് തേച്ച് കുളിക്കാനും അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് പണ്ട് കാലത്ത്. അത് കൂടാണ്ട് മഞ്ഞ നിറത്തിന് ഉപയോഗിക്കുന്നത് മഞ്ഞൾ പൊടിച്ച മഞ്ഞപ്പൊടി, ചുവന്നതിന് ഈ മഞ്ഞളും നൂറും കൂടി ചേർത്ത ഒരു മിശ്രിതം, അതാണ് ചുവന്ന പൊടി. പിന്നെ വെള്ള കളറിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഉണക്കലരിയോ പച്ചരിയോ പൊടിച്ചാൽ കിട്ടുന്ന വെള്ള. പിന്നെ കറുപ്പിന് ഉപയോഗിക്കുന്നത് ഉമി കരിച്ച കറുപ്പ്. അങ്ങനെയുള്ള 5 തരം വർണ്ണങ്ങളാണ് ഈ കളമെഴുത്തിന് ഉപയോഗിക്കുന്നത്. അതായത് ഒരു പഞ്ചലോകത്തിൽ എങ്ങനെയാണോ ഒരു ഈശ്വരൻ്റെ ചൈതന്യം ഉണ്ടാകുന്നത്, അതുപോലെയാണ് പഞ്ചവർണ്ണങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഈ കളത്തിലും ചൈതന്യം ഉണ്ടാകുന്നത്. ഒരു പ്രതിഷ്ഠ നടത്തിയാൽ അതിനുശേഷം ഒരു ഭക്തൻ എങ്ങനെയാണോ തൊഴുന്നത്, അതേ തൊഴുതാൻ കിട്ടുന്ന സൗഭാഗ്യമാണ് ഈ കളമെഴുത്ത് കഴിഞ്ഞതിന് ശേഷം ആ ക്ഷേത്രത്തിലെ തന്ത്രി ആ കളപൂജ ചെയ്ത സമയത്ത് ആ കളത്തിനെ തൊഴുന്നത് കൊണ്ട് നമുക്ക് ഒരു ഭക്തന് കിട്ടുന്ന അനുഭൂതി. അത്രക്കും പ്രാധാന്യമുണ്ട്. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എല്ലാം അടങ്ങിയ ഒരു സമ്പ്രദായമാണ്. അതായത് സൃഷ്ടി എന്നുള്ളത് ഞങ്ങൾ ആ ഒരു പ്രത്യേകം തയ്യാറാക്കിയ പാട്ട് മണ്ഡപത്തിൽ കളം എഴുതുന്നു, അത് സൃഷ്ടി. ആ സ്ഥിതി എന്നുള്ളത് ക്ഷേത്രത്തിലെ തന്ത്രി അവിടെ പൂജ ചെയ്ത് അവിടെ അതിന് ചൈതന്യം വരുത്തുന്നതാണ് സ്ഥിതി. സംഹാരം എന്നുള്ളത് വെളിച്ചപ്പാടായി വന്ന് ആ കളമെഴുത്ത് മായ്ക്കുന്നതാണ്. കളമെഴുത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് വരുന്ന ഒരു ഇത് വരുന്നത്. പിന്നെ കളമെഴുത്തിൻ്റെ ഉത്ഭവം എന്നുള്ളത് അതൊരു ഭഗവതി കളമായിട്ടാണ് പിന്നെ ഇതിൻ്റെ ഉത്ഭവം കണ്ടുവരുന്നത്. പുരാണങ്ങളിൽ ദാരികൻ എന്നൊരു അസുരൻ ഉണ്ടാവുകയും ആ ദാരികനെ ഭഗവതി ഭദ്രകാളി ദാരികൻ്റെ ഒരു ഉപദ്രവം സഹിക്കാൻ പറ്റാതെ കൊണ്ട് ജനങ്ങൾ മഹാവിഷ്ണുവിൻ്റെയും ശിവൻ്റെയും അടുത്ത് പോയി അഭയം പ്രാപിക്കുകയും അങ്ങനെ ശിവൻ്റെ 3-ാം തൃക്കണ്ണിൽ നിന്ന് ഭദ്രകാളി ഉത്ഭവിക്കുകയും ഭദ്രകാളി ദാരികനെ കൊല്ലുകയും ചെയ്തു. ഒന്ന് ആ ക്രോധത്തോടുകൂടി കൈലാസത്തിലേക്ക് വരുന്ന വഴി മധ്യേ ദേവാചാര്യ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ പറയേണ്ട, ഈ ക്രോധത്തോടുകൂടി ഭദ്രകാളി കൈലാസത്തിലെത്തിയാൽ ഒരുപക്ഷെ കൈലാസം തന്നെ ഇല്ലാതാവും. അപ്പോൾ അതിന് ആ ദേവിയുടെ ക്രോധം അടക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന ഒരു കൂടിയാലോചന ശിവനും പരമശിവനും മഹാവിഷ്ണു എല്ലാവരും കൂടി ആലോചിച്ചപ്പോൾ ദേവാചാര്യ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ പറയുണ്ടായി, അതായത് സ്ത്രീകളുടെ കോപം അടക്കാൻ 2 വഴികൾ മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ ചെറിയ പിഞ്ചു കുട്ടികളെ മുഖം കണ്ടാൽ മതി. ചെറിയ ബാലക്കിടാങ്ങളെ കുട്ടികളെ ഒരു മുഖം കണ്ടാൽ ഏത് സ്ത്രീനെയും കോപം ഒന്നടങ്ങും. അതല്ലെങ്കിൽ സ്വന്തം ആ ക്രോധാവേശത്തോടുകൂടി വരുന്ന ആ രൂപം ഒന്ന് നേരിട്ട് കണ്ടാൽ തന്നെയും ക്രോധം ഒരു പരിധി വരെ അടങ്ങും. അപ്പോൾ അങ്ങനെ ആ നിർദ്ദേശപ്രകാരം ദേവി വരുന്ന വഴിക്ക് 2 ചെറിയ കുട്ടികളെ കടത്തിയും തൊട്ട് അതിൻ്റെ മുന്നിൽ ദേവി ഭദ്രകാളിയുടെ ക്രോധത്തോടു കൂടിയുള്ള ഒരു രൂപം ദേവാചാര്യ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ വരക്കുകയും ചെയ്തു. അപ്പോൾ ഇത് അങ്ങനെ ദേവിയുടെ ഭദ്രകാളിയുടെ കോപം അടക്കി എന്നുള്ളതാണ് ഈ കളമെഴുത്തിൻ്റെ തുടക്കം. അപ്പോൾ ആ കളമെഴുതിയ ദേവാചാര്യ ഗോത്രത്തിൽപ്പെട്ട അയാളെ അനുഗ്രഹിക്കുകയും നിങ്ങൾ ഇനി കലിയുഗത്തിൽ എൻ്റെ ക്ഷേത്രങ്ങൾ ദേവീ ക്ഷേത്രങ്ങളിൽ കൂടുതലായിട്ടും കളമെഴുത്ത് പാട്ട് നടത്തി ഭക്തന്മാരെ അനുഗ്രഹിക്കണം, പിന്നെ ഭക്തന്മാർക്ക് അനുഗ്രഹം കൊടുക്കുന്ന ഒരു സമ്പ്രദായ ചടങ്ങായി മാറണം എന്നുള്ള രീതി അനുഗ്രഹിച്ചൊന്നും അത് ആ ഒരു ഐതിഹ്യമുണ്ട്. അപ്പോൾ നമ്മൾ പരമ്പര ദേവാചാര്യ ഗോത്ര പരമ്പര ഈ കളമെഴുത്ത് ചെയ്യുന്നയാളെ പരമ്പര നമ്മുടെ ഗോത്രം ദേവാചാര്യ ഗോത്രം എന്ന് പറയുന്ന ഒരു വിശ്വാസമുണ്ട്. ഇത് കേട്ടുകേൾവിയാണ്, നമ്മുടെ പൂർവികർ പറഞ്ഞു തന്ന ഒരറിവാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ കളമെഴുത്തിൻ്റെ ഉത്ഭവം. ഭദ്രകാളി കളമെഴുത്തോടു കൂടിയാണ് ഇതിൻ്റെ ഉത്ഭവം വരുന്നത്. പിന്നെ വേറൊരു ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും ഈ കളമെഴുത്ത് പാട്ട് നടക്കുന്നുണ്ട്. അത് ഇപ്പം തെയ്യങ്ങളായാലും തറകളായാലും ഇപ്പം തടനൃത്തങ്ങൾ അങ്ങനെയാണെങ്കിൽ
അങ്ങനെയുള്ള കുറേ കലാരൂപങ്ങൾ ഒരു ഒരു പരിധി വരെയുള്ളൂ. ഇപ്പം തിരുവനന്തപുരം അങ്ങോട്ടും അല്ലെങ്കിൽ തൃശ്ശൂർ ആ ഭാഗത്തും തിടമ്പ് നൃത്തങ്ങൾ അങ്ങനെ കാണുന്നില്ല. ഇനി തെയ്യങ്ങളും അങ്ങ് തെക്കൻ ജില്ലകളിൽ വളരെ കുറവാണ്. തെയ്യങ്ങൾ കൂടുതലായിട്ടും കണ്ണൂരും കാസർഗോഡ് കോഴിക്കോട് ജില്ലയിലും വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതേസമയത്ത് ഈ കളമെഴുത്ത് എല്ലാ ജില്ലകളിലും ഉണ്ട്, എല്ലാ ജില്ലകളിലും. പക്ഷെ അതിൽ ചെറിയ സമ്പ്രദായ വ്യത്യാസം ഉണ്ടാവും. അതിപ്പോൾ ഏത് കാര്യങ്ങളായാലും ഒരു ആളുകൾ ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു സമ്പ്രദായ വ്യത്യാസം മാത്രം. ബാക്കി ഒരു 80% ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് പോകുന്നത്. ദേശാചാര സമ്പ്രദായത്തിൽ വ്യത്യാസം ഉണ്ടാകും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളെ കണ്ണൂർ ഭാഗത്ത് ഊർപ്പശി, വൈരിഘാതകൻ, ചുഴലി ഭഗവതി അങ്ങനെയുള്ള കുറച്ച് ദേവതകളുണ്ട്. ആ ദേവതകൾ ഇപ്പം കോഴിക്കോട് പോയാൽ അവരെ ഊർപ്പശി എന്നുള്ളത് അവർക്ക് അറിയില്ല. കാരണം അത് പ്രാദേശികമായിട്ടുള്ള ഒരു ഈശ്വര സങ്കല്പമാണ്. അത് വടക്കേ മലബാറിൽ മാത്രം, വടക്കേ മലബാർ എന്ന് പറഞ്ഞോട്ടെ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ മാത്രമുള്ള കുറച്ച് ഒരു ആരാധന സമ്പ്രദായമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വ്യത്യാസങ്ങൾ വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും തമ്മിലുള്ള കളമെഴുതിൽ വ്യത്യാസമുണ്ട്. ഇവിടെ മാടായിക്കാവ്, കളരിവാതക്കൽ, ചെറുകുന്ന്, ചാല ഭൗതിക ക്ഷേത്രം, ഊർപ്പേശിക്കാവ്, പ്രശസ്തമായ നീലത്തകത്തോട്ട്, അങ്ങനെ അനവധി ക്ഷേത്രങ്ങളിൽ ഇന്ന് നടക്കുന്നുണ്ട് പാട്ടും അതുപോലെ കളമെഴുത്ത് കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. പെരിങ്ങോത്ത് അമ്പലത്തിൽ കളമെഴുതുമ്പോൾ അവിടുത്തെ പ്രതിഷ്ഠ ഊർപ്പേശിയും വേട്ടക്കുരനാണ്. അപ്പോൾ അവിടുത്തെ എന്താണോ പ്രതിഷ്ഠ, ആ പ്രതിഷ്ഠയാണ് അവിടെ നമ്മൾ കളമെഴുത്ത് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി എളയാവൂരാണ് ആണെങ്കിൽ അവിടെ ഭഗവതിയാണ്, ഭഗവതിക്കാണ് പാട്ട്. അപ്പോൾ ഭഗവതീൻ്റെ കളം വേണം വരയ്ക്കാൻ. ചാല അമ്പലത്തിനാകുമ്പോൾ ഭഗവതി കളം വരക്കണം. ഇപ്പോൾ അതുപോലെ ഓരോ ക്ഷേത്രങ്ങളിലും ഏത് മൂർത്തിക്കാണോ കളമെഴുത്ത് ആ മൂർത്തിയുടെ കളമാണ് അവിടെ വരക്കേണ്ടത്. അതിനുശേഷം പിന്നെ ആ മൂർത്തിയുടെ വർണ്ണനങ്ങളുള്ള പാട്ടുകൾ, പിന്നെ ഐതിഹ്യങ്ങളുള്ള തോറ്റങ്ങൾ, ഇതെല്ലാം അതിൽ ചെയ്യണം. ഇപ്പം കളമെഴുത്തും പാട്ടും രണ്ടുപേരുമാണ് നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം ചില ദിക്കിൽ ആളില്ലെങ്കിൽ കളമെഴുതിയ ആൾ തന്നെ പാട്ടും പാടും. ചില ദിക്കിൽ ആൾ കുറവായതുകൊണ്ട് ഇപ്പം ഞങ്ങൾ കേരളത്തിൽ മൊത്തം 70 പേരാണ് ഉള്ളത്. ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ ഈ കളമെഴുത്ത് പാട്ട് ചെയ്യുന്ന ആളുകൾ മൊത്തം നമ്മൾ 70 പേരാണ് ഉള്ളത്. അപ്പോൾ വടക്കേ മലബാറിലെ ആളുകൾ വളരെ കുറവേ ഉള്ളൂ. ഇപ്പം നമ്മളൊരു കുടുംബത്തിൽ ഉള്ള മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞാനും ഒന്ന് നമ്മളെ വില്ലമ്മയുടെ മകൻ പ്രകാശനുണ്ട്. നമ്മൾ 2 പേര് മാത്രമേ ഈ കളമെഴുത്ത് ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. പിന്നെ മകനൊക്കെ ഉണ്ട്, മകൻ നന്നായി ചെയ്യുകയും ചെയ്യും. പക്ഷെ എന്നാലും ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്യില്ല. നമ്മൾ പറഞ്ഞേക്കിൽ പോവും. കാറുരുണ്ട കണക്കെ പീലി മുടിക്കു തിങ്കളണിന്തവൻ കറുത്ത നിറത്തിലങ്ങുരത്ത തടി പറ്റും കരത്തിൽ വില്ലും ശരം ധരിപ്പവൻ നീറണിന്ത പുരാന്തകൻ നിഖിലേശ്വരനദി ഘോരനായി നേറുത്തം കുനിച്ചതിൽ കളത്തിൽ 3-ാം കുട്ടി ലെടുത്തി മിന്നും പോലെ ചുരികയും. അങ്ങനെയൊക്കെയുള്ള വർണ്ണനകളാണ് ഓരോ പാട്ടും വരുന്നത്. ഞാനിപ്പം ചിലത് വേട്ടക്കുരൻ്റെ വർണ്ണനകൾ, വേട്ടക്കുരൻ ആയുധങ്ങളുമായിട്ടുള്ള ഒരു വർണ്ണന, ഒരു സങ്കല്പത്തിലുള്ള പാട്ടുകളാണ് 2 ചിലത്. ഇപ്പോൾ ഏകദേശം എൻ്റെ ഇടയ്ക്ക് ഒരു 15ഓളം താളിയോല ഗ്രന്ഥങ്ങളുണ്ട്. അത് പൗരാണികമായിട്ടുള്ളതാണ്. അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പിന്നെ നോക്കിയിട്ട് അത് ഒരു പുസ്തകത്തിലേക്ക് പകർത്തി വെക്കും. അത് കൊണ്ടു നടക്കാനും പഠിപ്പിക്കാനൊക്കെ. ഈ താളിയോല ഗ്രന്ഥം എന്ന് പറയുമ്പം ഈ തുളസി ഇലേൻ്റെ നീരെടുത്തിട്ട് മായ്ച്ചാൽ മാത്രമേ ഒരു വ്യക്തമായി തെളിഞ്ഞു വരും. അപ്പോൾ അത് നോക്കി എടുക്കാൻ ലേശം പ്രയാസം. അപ്പോൾ ആദ്യം അതൊന്ന് നോക്കി ഇത് പിന്നെ പുസ്തകത്തിലേക്ക് മാറ്റി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിനിടക്ക് ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുറച്ച് കുട്ടികൾ ഇതിന് റിസർച്ചിനായിട്ട് വീട്ടിൽ വന്നിരുന്നു. അപ്പം ആ ഗ്രന്ഥം നോക്കിയപ്പോൾ അവർ പറഞ്ഞത് ഇതിന് 850 വർഷത്തെ പഴക്കമുണ്ടെന്ന് പറഞ്ഞു. എനിക്കറിയില്ല അതിൻ്റെ കാര്യങ്ങളും. നമ്മൾ പൗരാണികമായി നമ്മളുടെ ഉണ്ട്, നമ്മൾ ഭദ്രമായി സൂക്ഷിച്ചു എന്നല്ലാതെ കൊണ്ട് കാര്യമായിട്ട് അതിലൊന്നും നോക്കിയില്ല. പിന്നെ പാട്ടുകൾ കൂടുതലായിട്ട് നമ്മൾ പഠിപ്പിച്ചു തരും. എങ്ങനെ നമ്മളെ ഗുരുനാഥന്മാർ നമ്മളെ ഇരുത്തി പഠിപ്പിക്കും. കാരണം ഒരു വരികളുണ്ടെങ്കിൽ ആ വരികൾക്കൊരു താളം വേണം, അതിനൊരു ഗുണവും വേണം. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് പിന്നെ നോക്കി പഠിപ്പിച്ചു തരും. പിന്നെ ഈ കളമെഴുത്ത് പാട്ടിൻ്റെ വേറെ പ്രധാനം വെച്ചാൽ നമ്മളിപ്പോൾ വഴിപാടുകളായിട്ട് പാട്ട് നടത്താറുണ്ട്. ഇപ്പം ചില വീടുകളിൽ ഇപ്പം സന്താനങ്ങളില്ലാതൊരവസ്ഥയുണ്ടാവും. വിവാഹം കഴിഞ്ഞു, കുറേ വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ അതിൽ ഈ നാഗത്തിൻ്റെ കോപം കൊണ്ട് സന്താനങ്ങളില്ലാത്ത ഒരവസ്ഥ വന്നാൽ ഇപ്പോൾ ജോത്സ്യരൊക്കെ പറയും ഇങ്ങനെ നാഗത്തിൻ്റെ ഒരു കളമെഴുത്ത് ചെയ്തിട്ട് അതിന് അവിടെ ഒരു നാഗപൂജ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു വഴിപാടായിട്ട് അത് ഈ നാഗക്കളവും അത് വഴിപാടായിട്ട് ചെയ്യുന്നതാണ് ഓരോ വീടുകളിൽ. ജോത്സ്യരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്യുക. അപ്പോൾ അത് ധാരാളമായിട്ടുണ്ടാവും. പക്ഷെ അത് സ്ഥിരമായിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഒരു വർഷം ഒരു വീട്ടിലുണ്ടെങ്കിൽ അടുത്ത വർഷം ആ വീട്ടിലുണ്ടാവണമെന്നില്ല, ആ വേറെ ഇക്കലായിട്ടായിരിക്കും.
പക്ഷെ എന്നാലും നാഗക്കളം ഞങ്ങൾ വഴിപാടായിട്ട് ചെയ്ത് വരുന്നൊരു സമ്പ്രദായമാണ്. ഇപ്പൊ നമ്മുടെ കണ്ണൂര് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈ തെയ്യം, തിറ, ഇതേപോലെ കളമെഴുത്ത്, പാട്ട്, അതിന്റെ നല്ല ഒരു ആചാരത്തോടു കൂടിയല്ലേ നടക്കുന്നത്. അപ്പോ ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെയുള്ള ആയിക്കഴിഞ്ഞാൽ ഇപ്പൊ പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സമയം മാത്രം അങ്ങനെയുള്ള ആൾക്കാരെ, നിങ്ങളെ പോലുള്ള കുറച്ച് ആൾക്കാരെ നല്ലോണം ആദരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ കുറവായിരിക്കും. അപ്പോ ടോട്ടലി അതിനെ കുറിച്ച് എന്നാ പറയണ്ടേ, ഗവൺമെന്റിനുള്ള ഭാഗത്തായാലും എല്ലാം സപ്പോർട്ടും എല്ലാം. അതായത് എനിക്കിപ്പം 46 വയസ്സായി. ഞാനൊരു 6 വയസ്സ് മുതൽ ഈ മേഖലയിലുണ്ട്, വളരെ ചെറുപ്പം മുതൽ. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഗവൺമെൻറ് മുന്നേ ഉള്ളൊരു അവസ്ഥയല്ല ഇപ്പോൾ. കാരണം ഈ കലയ്ക്ക് വളരെ നല്ല പ്രോത്സാഹനം തരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ 2019 സംസ്ഥാന കളമെഴുത്തിനുള്ള അവാർഡ് കിട്ടിയ എനക്കാണ് കിട്ടിയത്. പിന്നെ ക്ഷേത്ര അക്കാദമി ആയാലും ഫോക്ലോർ അക്കാദമി ആയാലും ഇങ്ങനെയുള്ള കളമെഴുത്ത് മാത്രമല്ല, ഈ ക്ഷേത്രങ്ങളിൽ നടത്തുന്നതിന് തെയ്യങ്ങളായാലും എല്ലാ കലയ്ക്കും വളരെ നല്ലൊരു പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിന് ഒരു സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ ഉണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ അത് ചിലപ്പോൾ വിഷമമായിരിക്കും, അത് ചെയ്യുന്നില്ല. അപ്പോൾ ഈ പഠിപ്പിക്കാതെ പ്രോത്സാഹനമായിട്ടുള്ളൊരു സാമ്പത്തികം കൊടുക്കുന്നില്ല. പക്ഷേ ഈ അവാർഡുകളും അതുപോലെ അംഗീകാരങ്ങളും ഈ പൊതുവേദികളിൽ ഇത് അവതരിപ്പിക്കാനുള്ള ഒരു അവസരങ്ങളും അത് ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. ഇനി മുന്നേ ഒരു 15 വർഷം മുന്നേ ഈ പ്രവൃത്തി കൊണ്ട് എങ്ങനെ ജീവിക്കാനാവും എന്നുള്ളൊരു പ്രതിസന്ധി എൻ്റെ മുമ്പിലുണ്ടായിരുന്നു. ഇതിനെ കൊണ്ട് ഒരു കുടുംബം, കാരണം ഇന്നത്തെ കാലത്ത് ഏതിനും സാമ്പത്തികമാണല്ലോ ചിലവ്. പക്ഷേ ഇപ്പോൾ എനിക്ക് ആ ഒരു പേടിയില്ല. കാരണം മകനായാലും മോനിപ്പം കമ്പ്യൂട്ടർ സയൻസിൽ എടുത്തിയാണ്, എന്നാലും എനിക്കൊരു പേടിയില്ല. കാരണം നമ്മളെ കുലത്തൊഴിൽ കൊണ്ട് തന്നെ ഒരു മോശമില്ലാത്ത രീതിയിൽ, വലിയ ആർഭാടകരമായിട്ടല്ല, വലിയൊരു വിഷമമില്ലാത്ത രീതിയിൽ ജീവിക്കാനാവും എന്നുള്ളൊരു വിശ്വാസം നമുക്കിന്നുണ്ട്. അത് 2 തരത്തിലാണ്. കാരണം മുന്നേ ഈ ക്ഷേത്രങ്ങളിലെ ഭരണങ്ങൾ മുഴുവൻ ഒരു പരിധിയിലധികം പ്രായമുള്ളവരാണ്. അപ്പോൾ അവർ സാമ്പത്തികമായിട്ട് കൊടുക്കാനും എല്ലാം കുറച്ച് മടിയാണ്. ഇന്നുള്ളതെല്ലാം പുതിയ തലമുറക്കാർ. അപ്പോൾ അവരെ ജീവിത നിലവാരവും അവരെ സാമ്പത്തികവും നോക്കിയിട്ട് അനുസരിച്ച് തന്നെ അവിടെ ക്ഷേത്രങ്ങളിൽ വരുന്ന കമ്മിറ്റി ഭാരവാഹികൾ നമുക്കും ചെയ്യുന്നുണ്ട്, പറയാണ്ട് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ സർക്കാർ തരത്തിലായാലും ക്ഷേത്ര കമ്മിറ്റി തരത്തിലായാലും നമുക്കൊരു സാമ്പത്തികമായിട്ടൊരു വിഷമവും ഇല്ല. നമ്മളെ ഹിന്ദു മതവിശ്വാസ പ്രകാരം ഒരു ഈശ്വരന് കൊടുക്കുന്ന ഏറ്റവും വലിയ നിവേദ്യമാണ് കല. അത് നമുക്ക് ചില സമയത്ത് നമുക്ക് തന്നെ നമ്മുടെ മനസ്സിൽ ചില ഭക്തന്മാർക്ക് ഒരു സംശയം ഉണ്ടാവും. കാരണം വളരെ ചെറിയ ഒരു ശ്രീകോവിൽ, ഒരു 10 അടി മാത്രം സ്ക്വയർ ഫീറ്റുള്ള ശ്രീകോവിൽ, ആ ശ്രീകോവിലിന് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ കരിങ്കല്ലും ആ കരിങ്കല്ലിൻ്റെ മേലെ ഒരുപാട് കൊത്തുപണികളും അലങ്കാരങ്ങളെല്ലാം എടുത്തുകൊണ്ട് എന്തിനു വേണ്ടിയാണ് ഇത്രയും മാത്രം പൈസ ഇവിടെ ചിലവഴിക്കുന്നത് എന്നുള്ളൊരു സംശയം ചില ഭക്തന്മാർക്കുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം, നമ്മളിപ്പോൾ ഒരു ദേവന് കൊടുക്കുന്ന ഏറ്റവും വലിയ മഹാനിവേദ്യമാണ് കല. അത് ഓരോ ക്ഷേത്രങ്ങളിൽ ഓരോ കാര്യമായാലും, ഒരു കഴുക്കോലിൻ്റെ പണിയെടുക്കുന്ന ആശാരിയായാലും, ഒരു കല്ലിൻ്റെ പണിയെടുക്കുന്ന കല്ലാശാരി ആയാലും, അവിടെ ചെയ്യുന്ന ഒരു ചെണ്ടമേളായാലും, ഒരു കളമെഴുത്തായാലും, അലങ്കാരമാലകളായാലും, എല്ലാ കലയും ആ ദൈവത്തിന് കൊടുക്കുന്ന നിവേദ്യമാണ്. അപ്പോൾ അതാണ് ഈ ഹിന്ദു മതത്തിൽ കലകൾക്ക്, ക്ഷേത്രങ്ങൾക്ക് പ്രത്യേകിച്ചും കലകൾക്കുള്ള ഒരു വലിയൊരു പ്രാധാന്യം. അത് ഭരതനാട്യമായാലും മോഹിനിയാട്ടമായാലും എന്നുള്ളതല്ല, ഏത് കലയിലും അത് ദൈവങ്ങൾക്കുള്ള നിവേദ്യം. ഈ കളം എഴുതി കഴിഞ്ഞാൽ അത് മായ്ക്കുന്ന അതിന് ആ ഒരു ചടങ്ങ് എങ്ങനെയാണ്? അത് കളം എഴുതി കഴിഞ്ഞാൽ ആ കളം മായ്ക്കുക എന്നുള്ളത് ഒരു സംഹാര രീതിയിലുള്ള സമ്പ്രദായമാണ്. ആ മായ്ച്ചതിന് ശേഷമുള്ള തിരുമുഖത്തുള്ള പൊടികൾ
അത് പ്രസാദമായിട്ട് കൊടുക്കും. അത് ഏറ്റവും നല്ലൊരു ഔഷധ കൂട്ടും കൂടിയാണ്. കാരണം വാഗയിലേൻ്റെ പൊടി, മഞ്ഞൾ, അരിപ്പൊടി, അത് വയറ്റിനകത്തുള്ള കീടാണുക്കളെയൊക്കെ നശിപ്പിക്കും എന്നുള്ളൊരു വിശ്വാസം പണ്ട് മുതലേ ഉണ്ട്. അപ്പോൾ വളരെ ദിവ്യമായൊരു ഔഷധ കൂട്ടാണ്. പൂമാല തുളസി പൊന്മണി മാല തോഴുന്നേൻ ഭൂതയിൽ ഉണർച്ചയിൽ വേടി കൊട്ടോ തോഴുന്നേൻ അമ്മാനം കുഴൽ വീണ നല്ല ഗീതം തോഴുന്നേൻ ആനന്ദ ധുനി താളം താളഭം കൈ തോഴുന്നേ. ഏകദേശം എത്ര സമയം എടുക്കും ഇത് തുടങ്ങുന്ന മുതൽ അവസാനിക്കുന്ന? ഒരു കളമെഴുതാൻ ഏകദേശം ഒരു 3 മണിക്കൂർ 3.5 മണിക്കൂറോളം വേണം. പിന്നെ ഈ കളമെഴുത്തിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ അത് കാറ്റ് വരുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ സമയം കുറച്ച് കൂടുവാൻ സാധ്യത. അപ്പോൾ കാറ്റാണ് ഇതിൻ്റെ പ്രധാനമായ പ്രശ്നങ്ങൾ. ഒരു കളമെഴുത്ത് തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഒരു നടുക്കൊരു സെൻട്രൽ ലൈൻ ഇട്ട് വയ്ക്കാം. ആ സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കളമെഴുത്തിൻ്റെ ഭാഷയിൽ അതിന് ബ്രഹ്മസൂത്രം എന്നാണ് പറയാം. ബ്രഹ്മസൂത്രം, അത് നേർരേഖ, ബ്രഹ്മസൂത്രം, നടുവര, അങ്ങനെയൊക്കെ ഓരോ ദേശത്ത് ഒരു പേരിൽ അറിയപ്പെടും. ആ സെൻട്രൽ നടുക്ക് വരച്ച ആ വരയിൽ നിന്നാണ് കളമെഴുത്തിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ പകുത്തെടുക്കുക. ഒരു മുഖത്തിൻ്റെ ഒരു ഭാഗം അതേ ഭാഗം തന്നെ ഇപ്പുറം എടുക്കും. അപ്പോൾ അതിന് ആ രീതിയിലെടുക്കും. പിന്നെ ഈ കളമെഴുത്തിന് ഏകദേശം ഒരു കണക്കുണ്ട്. അതൊരു ചിത്രകലയായിട്ടുള്ളൊരു കണക്കാണ്. അതൊരു മുഖത്തിന് ഇത്ര അളവാണ്, ആ മുഖത്തിൻ്റെ ഏകദേശം ഒരു 1.5 ഇരട്ടി പിന്നെ വയറ് വരും. അവിടുന്ന് ഒരു 1.5 ഇരട്ടി താഴെ പാദം വരും. മുഖത്തിൻ്റെ അതേ അളവ് പാദത്തിന് കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള ഏതാണ്ട് ഒരു കണക്കുണ്ട്. പക്ഷെ ആ കണക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും നമുക്ക് പ്രായോഗികമായി വരില്ല. കാരണം ഓരോ ക്ഷേത്രത്തിലും കളമെഴുത്തിനുള്ള സ്ഥലങ്ങൾ വ്യത്യാസമായിരിക്കും. അപ്പോൾ അത് സാഹചര്യം നോക്കി നമ്മൾ ചെയ്യേണ്ടി വരും. പിന്നെ കളമെഴുത്ത് വേട്ടക്കുരുവൻ, അയ്യപ്പൻ, ക്ഷേത്രപാലകൻ, വൈരിഘാതകൻ, നാഗക്കളം, ഭഗവതിക്കളം, അങ്ങനെ ഒരു 10-18 മൂർത്തികൾക്കുള്ള കളമെഴുത്തുണ്ട്. ഈ ഒരു ഓരോ ദൈവത്തിനും അതിൻ്റെതായിട്ടുള്ള ഇതെന്നല്ലേ പറഞ്ഞത്? അപ്പൊ അതിന്റെ പാട്ടും എല്ലാം വ്യത്യസ്തമായിരിക്കും. വ്യത്യാസമാണ്. കാരണം ഓരോ കളമെഴുത്തിനും അതിൻ്റെ പാട്ടുകൾ വ്യത്യാസമാണ്. പാട്ടുകൾ മാത്രമല്ല, ഈ എഴുതുമ്പോൾ നമുക്ക് അതിനൊരു ധ്യാനം വേണം. ആ ധ്യാന ശ്ലോകം ആദ്യം പഠിച്ച്, ധ്യാനം ഉള്ളത് നമ്മൾ പരമ്പരക്ക് ഉപദേശിച്ച് കൊടുക്കുന്നതാണ്. ആ ധ്യാനം പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ കളമെഴുത്ത് പഠിപ്പിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ പാട്ടുകളായാലും ചടങ്ങുകളായാലും എല്ലാം വ്യത്യാസമാണ്. ഈ കളമെഴുത്ത് ദിക്ക് ഇപ്പം മാടായിക്കാവ് ക്ഷേത്രകല അക്കാദമീൻ്റെ 2019 സംസ്ഥാന അവാർഡാണ് കിട്ടിയത്. അപ്പോൾ മാടായിക്കാവിൽ എല്ലാ ദിക്കിലും അധ്യാപകന്മാരുണ്ട്. ഇങ്ങനെ ചുമർ ചിത്രകല പഠിപ്പിക്കുന്ന അധ്യാപകർ. കാരണം അവരൊക്കെ ഒരുപാട് ആ അവാർഡ് കൊടുത്തു. പിന്നെ ഓട്ടംതുള്ളൽ, അഷ്ടപതി, ചെണ്ട, തിമില, ഇതിനെല്ലാം പഠിപ്പിക്കേണ്ട അധ്യാപകന്മാർ അവിടെയുണ്ട്. അപ്പോൾ ഞാനവിടെ പോയിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ കളമെഴുത്തിൻ്റെ ഒരു അധ്യാപകനാവാം. കാരണം ഒരു ക്ലാസ്സിന് 1500 രൂപ കൊടുക്കും. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച് മഴക്കാലം വെറുതെ നിൽക്കണ്ടല്ലോ, 2 ദിവസം പോയാലും നമുക്ക് ആഴ്ചക്ക് ഒരു 3000 രൂപ കിട്ടുമല്ലോ. അപ്പോൾ ഒരു വിഷയത്തിന് ആഴ്ചക്ക് 2 ക്ലാസ്സാണ്. അപ്പോൾ മാഷ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവിടെ ബോർഡ് ഇട്ടു, കളമെഴുത്ത് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് പിന്നെ നിങ്ങൾ ഫീസൊന്നും അടക്കണ്ട, നിങ്ങൾ വന്നാൽ മതി. അപ്പോൾ ആടെയുള്ളൊരു പ്രശ്നം വന്നത്, ഈ വരക്കേണ്ട പൊടികൾ ആരും കൊണ്ടുവരും. ഈ വരക്കേണ്ട പൊടികൾ ഇപ്പം പഠിപ്പിക്കാൻ പോയി അണക്കിയ പൊടികൾ കൊണ്ടുപോകാനാവില്ലല്ലോ. പഠിക്കാൻ വരുന്ന കുട്ടിക്കും അത് 700 രൂപേൻ്റെ പൊടി കൊണ്ടുവന്നിട്ട് ഒരു വിദ്യ പഠിക്കുക എന്നുള്ളത്, നമ്മളിപ്പോൾ എത്ര പൈസയും ലക്ഷങ്ങൾ ചിലവഴിച്ചാലോ ഏത് വിദ്യയും പഠിക്കും. ആ പഠിച്ചാൽ നമുക്ക് പിന്നെ ഒരു പ്രതീക്ഷ വേണം. അങ്ങനെ ഇത് പഠിച്ചതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യാനാവുന്നു. ഈ കളമെഴുത്ത് പഠിച്ചുകൊണ്ട് അവർക്ക് തൊഴിൽ ചെയ്യാനാവുന്ന പ്രതീക്ഷയില്ലല്ലോ. ഇപ്പോൾ ചുമർ ചിത്രകല പഠിച്ചാൽ ആർക്കും ഏതാ, കാരണം ആടെ ജാതിയോ മതമോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ആർക്ക് പോയിട്ട് വരക്കാം. ഇനി ചെണ്ട പഠിച്ചാലും പ്രശ്നമൊന്നുമില്ല, ആർക്കും ചെയ്യാം. പക്ഷെ കളമെഴുത്താകുമ്പോൾ ക്ഷേത്രത്തിൽ ഉള്ളിലാകുമ്പോൾ ആടെ പാട്ട്, തോറ്റങ്ങൾ, കാര്യങ്ങൾ ഇതെല്ലാം വേണമല്ലോ. ഇപ്പോൾ കളമെഴുതാൻ മാത്രം പഠിച്ച ഒരു കുട്ടി ഒരു ക്ഷേത്രത്തിൽ വന്നുകൊണ്ട് കാര്യമില്ലല്ലോ. കാരണം ആടെ പാട്ടിനാണല്ലോ പ്രാധാന്യം. അപ്പം അങ്ങനെയുള്ള ഒരു വിഷയങ്ങൾ വന്നുകൊണ്ടാണ് അത് പഠിക്കാനാവില്ലാണ്ടായത്. ഇത്രയും വർഷം, കുറെ വർഷം എന്തായാലും ഈ ഒരു ഫീൽഡിൽ നിൽക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പൊ അതിന്റെ അകത്തുനിന്ന് കിട്ടിയ അംഗീകാരങ്ങളൊക്കെ എന്തെല്ലാം? അംഗീകാരങ്ങൾ എനക്കൊരു 9 ക്ഷേത്രങ്ങളിൽ നിന്ന് പട്ടുമളയും നൽകിയ ഒരു കലാകാരനാണ്. പിന്നെ
സംസ്ഥാന സർക്കാരിൻ്റെ സംസ്ഥാന അവാർഡ്, അത് 2019 ക്ഷേത്രകലാ അക്കാദമീൻ്റെ കളമെഴുത്തിനുള്ള അവാർഡ് കിട്ടിനി. പിന്നെ അത് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായ സമയത്താണ് തന്നത്. പിന്നെ ഒരു ഭാരതി പുരസ്കാരം, പിന്നെ ഫോക്ലോർ അക്കാദമീൻ്റെ 1-2 ദിക്കിനുള്ള ആദരവ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കൈതപ്രം ദാമോദരൻ നമ്പൂരി ഒരു വള നൽകി ആദരിച്ചിട്ടുണ്ട്. ദക്ഷിണാമൂർത്തി സ്വാമികൾ പൊന്നാടി അണിയിച്ച് ആദരിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ആദരവ് കിട്ടിയിട്ടുണ്ട്. ഒരു 35 വർഷത്തോളമായി ഞാൻ ഈ മേഖലയിൽ കളമെഴുത്ത് പാട്ട്. മുത്തശ്ശൻ്റെ കൂടെ, മുത്തശ്ശൻ മരിക്കുന്നത് 97-ലാണ്. അതിനുശേഷം പൂർണ്ണമായിട്ട് ഉത്തരവാദിത്തം തന്നെ ചെയ്യാൻ തുടങ്ങി. അതിനു മുന്നേ മുത്തശ്ശൻ്റെ കൂടെ ഒരു സഹായിയായിട്ട് അങ്ങനെ പോകും. 1997 മുതൽ എൻ്റെ ഉത്തരവാദിത്തത്തിലാണ് ഈ കളമെഴുത്ത് പാട്ട് ഇപ്പം നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ മറ്റുള്ള കലകളെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു അനുഷ്ഠാന കല എന്ന് പറയുമ്പോൾ അധികം ആൾക്കാരും അറിയുന്നും ഉണ്ടാവില്ല, അതേപോലെ കലാകാരന്മാർ കുറവായിരിക്കും. അപ്പൊ നിങ്ങളെ ആ ഒരു കൂട്ടായ്മയെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതേപോലെ നമ്മുടെ കണ്ണൂർ ഭാഗത്ത് ഏകദേശം എത്ര ഇതേപോലെ ആൾക്കാരുണ്ടാവും? നമ്മളിപ്പം ഈ കണ്ണൂർ, കാസർഗോഡ് 2 ജില്ലകളിൽ ഞാനും എൻ്റെ ഒരു സഹോദരൻ, ജ്യേഷ്ഠ സഹോദരനാണ് പ്രകാശൻ, നമ്മൾ 2 പേര് മാത്രമാണ് ഇപ്പം ഈ പ്രവൃത്തി ചെയ്യുന്നത്. അപ്പോൾ അനക്ക് ഒരു 160ഓളം ക്ഷേത്രത്തിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. പ്രകാശനും ഏതാണ്ട് ഒരു 10-30-35ഓളം ക്ഷേത്രത്തിൻ്റെ ഉത്തരവാദിത്വം പ്രകാശനുമുണ്ട്. അപ്പോൾ ഈ നമ്മൾ 2 പേര് മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ കൂടെ സഹായത്തിനായിട്ട് എൻ്റെ മകനും അനിയനും, പിന്നെ ഒരുപക്ഷെ ദൂരെ നിന്ന് ബാലുശ്ശേരിയിൽ നിന്നോ വയനാട്ടിൽ നിന്നോ ഞാൻ ആൾക്കാരെ കൊണ്ടുവരും സഹായത്തിനായി. കാരണം ഒരേ ദിവസം തന്നെ ഒരു 3-4 ക്ഷേത്രത്തിൽ പരിപാടി ഒരേ ദിവസം വരും. പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്താലും നമ്മൾ നടത്തി കൊടുക്കണം. അപ്പോൾ അതേപോലെ പ്രകാശനമുണ്ട്. അപ്പോൾ നമ്മൾ 2 പേര് മാത്രമേ ഉള്ളൂ. അതും ഈ കലയിൽ അനക്ക് തോന്നുന്നു വേറെ ഒരു കലക്കും ഇല്ലാതെ ഒരു സംഭവം. കാരണം 2 ജില്ലകളിൽ ആകെ 2 ഒരു പ്രവൃത്തി ചെയ്യുന്ന 2 മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതും ഇതിൻ്റെ ഒരു പ്രത്യേകത. അതേസമയത്ത് ബാലുശ്ശേരി അങ്ങോട്ട് ഉണ്ട്. മൊത്തത്തിൽ കേരളം മൊത്തം ഞാൻ പറഞ്ഞല്ലോ 70 ആൾ ഉണ്ട് എന്നുള്ളത്. കേരളത്തിൽ ഫുള്ളായിട്ട് 70 ആൾ. കണ്ണൂർ, കാസർഗോഡ് 2 ജില്ലകളിൽ നമ്മൾ 2 പേര്. അതേസമയത്ത് ഈ പത്മം ഇടുന്ന അനവധി ആളുണ്ട്. എങ്ങനെ ഇപ്പം അനവധി നമ്പൂരിമാർ പൂജക്കൊക്കെ നല്ല ഭംഗിയിൽ പത്മം ഇടും. പക്ഷെ അവരൊന്നും ഈ കളമെഴുത്ത് പാട്ടുമായിട്ട് കാര്യങ്ങളില്ല. അവരിപ്പം അവരൊരു ഗണപതി ഹോമത്തിന് പോയാൽ ചില നമ്പൂരിമാർ ഗണപതി ഹോമത്തിന് ഗണപതിൻ്റെ ഹോമമുണ്ടും കൂട്ടി അവിടെ ഒരു ഗണപതിനെ വരച്ച് അതൊക്കെ അതിനൊരു ആലങ്കാരികത വരുത്താൻ വേണ്ടിയുള്ള പത്മം ഇടുന്നവരുണ്ട്. പക്ഷെ അത് നമ്മൾ ഈ കളമെഴുത്ത് പാട്ടുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റൂല. കണ്ണൂർ ഭാഗത്ത് ഏറ്റവും അറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് ഈ ഒരു കളമെഴുത്തും പാട്ടിലും? കണ്ണൂർ ഭാഗത്ത് അറിയപ്പെടുന്ന ക്ഷേത്രം ഇപ്പോൾ ഊർപ്പഴശ്ശിക്കാവ്. ഊർപ്പഴശ്ശി എന്ന ദേവൻ്റെ ഒരു ആരൂഢ സ്ഥാനമാണ്. അതേസമയത്ത് മാവിലക്കാവ്, നീലത്തവത്തോട്ട്, അതൊക്കെ ചാല ഭൗതിക ക്ഷേത്രം, എളയാവൂർ ഭൗതിക ക്ഷേത്രം, അതൊക്കെ ഈ കളമെഴുത്ത് പാട്ടിന് വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. പിന്നെ മാടായിക്കാവ്, കളരിവാതിക്കൽ, ചെറുകുന്ന്, അങ്ങനെയുള്ള അനവധി ക്ഷേത്രങ്ങളുണ്ട് കണ്ണൂർ ജില്ലയിൽ തന്നെ കളമെഴുത്ത് പാട്ട് നടക്കുന്ന. എല്ലാ അമ്പലങ്ങളിലും ഇത് ഉണ്ടാവില്ല? ഇല്ല, എല്ലാ അമ്പലങ്ങളിലും ഇത് ഉണ്ടാവണമെന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളെ ഹിന്ദു മതത്തിൽ ഈ ഓരോ ഉത്സവങ്ങളും ആ ക്ഷേത്രത്തിൻ്റെ ഊരാളന്മാരും തന്ത്രിവര്യന്മാരും ഒക്കെ തീരുമാനിക്കുന്ന. ചില ക്ഷേത്രങ്ങളിൽ ഈ കൊടിയേറി ഉത്സവം, അല്ലെങ്കിൽ പൂരമോത്സവം, ആനപ്പുറത്ത് ഉള്ള എഴുന്നള്ളത്ത്, പാട്ടുത്സവം, കളമെഴുത്ത് പാട്ടുത്സവം, അങ്ങനെയുള്ള ഓരോ ഉത്സവങ്ങൾ അവർ പണ്ട് കാലത്തെ തീരുമാനിക്കുന്നത്. ആ തീരുമാനത്തിനനുസരിച്ചിട്ട് ഉള്ള ഒരു കീഴ്വഴക്കമായിട്ടാണ് വരുന്നത്. ചില വേട്ടക്കുരം ക്ഷേത്രങ്ങളിൽ കെട്ടിയാട്ടങ്ങളായിരിക്കും, ഈ തെയ്യങ്ങളും അതുപോലെയുള്ള കാര്യങ്ങൾ, വേട്ടക്കുരം തെയ്യം അങ്ങനെയുള്ള തെയ്യങ്ങളായിരിക്കും. ചില വേട്ടക്കുരം ക്ഷേത്രത്തിൽ കളമെഴുത്ത് പാട്ടായിരിക്കും. അത് അവര് തീരുമാനിക്കുക എങ്ങനെ വേണമെന്നുള്ളത്. ഭഗവതിന്റെ ഒരു കളമെഴുത്ത് പാട്ടും കൂടെ പാടും. ഭഗവതിയുടെ കാറേരുൾ നിറമൊത്ത തിരുമൂടി തൊഴുന്നേ, കനൽ കണ്ണും തിരുനേറ്റി തിലകം കൈ തൊഴുന്നേൻ, വിലസും മാൻമിഴിയോ നാസിക കാവ് തൊഴുന്നേൻ, തേൻചോരിയധരം പല്ലോട് നാവ് തൊഴുന്നേൻ, വാരണകരം വെന്ന തിരുത്തോട തൊഴുന്നേൻ, നേരെയാലിലയോത്തോ രുധരം കൈ തൊഴുന്നേൻ. ഇതൊരു ഭഗവതിയുടെ ഒരു വർണ്ണന ഉള്ള പാട്ടാണ്.
അപ്പം അങ്ങനെ ഒരു ദേവീ ദേവന്മാർക്കും വർണ്ണനകളും അതിൻ്റെ പാട്ടുകളുമാണ് ഉണ്ടാവുക ആ ക്ഷേത്രങ്ങളിൽ. അയ്യപ്പൻ്റെ ആ ഒരു സമ്പ്രദായത്തിൽ വരുന്ന പാട്ട് കേൾക്കാവേണമയ്യോ ദൈവമേ നിങ്ങൾ കേർത്തേക്കും നേനല്ലോ നിൻ ചാരിതം നാക്കിലേയിൽ നല്ല വെള്ളാരിയും നന്നാർ വേളക്കും കൂളത്തി നന്നായി. ഇത് ഒരു അയ്യപ്പൻ്റെ ഒരു പാട്ടിൻ്റെ കുറച്ച് വരികളാണ്. ഇപ്പൊ നമ്മളെല്ലാരും അമ്പലത്തിൽ പോയി ഈ കളയെഴുത്തും പാട്ടും അങ്ങനെ കുറെ കാണുന്നുണ്ടെങ്കിൽ ഇതിനെ കുറിച്ച് ആധികാരികമായിട്ടൊന്നും നമുക്ക് അറിയുന്നില്ല. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇപ്പൊ കുറച്ചധികം എന്തായാലും അറിയാൻ വേണ്ടി പറ്റി. അതേപോലെ തന്നെ നിങ്ങൾക്കും എല്ലാം മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് പറഞ്ഞു തന്നാൽ നമ്മളെ സ്വന്തം സതീഷ് ചേട്ടന് നന്ദി.